ഞാൻ എന്ന് പറഞ്ഞേക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മുരിങ്ങയില റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞങ്ങളവിടെ അത് മുരിങ്ങയില കുത്തിക്കാച്ചിയതെന്നാണ് പറയുക. അപ്പം നമുക്ക് മുരിങ്ങയില കുത്തിക്കാച്ചിയതും പിന്നെന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, അതും കൂടി വെക്കാം ഉച്ചയ്ക്ക് കറിയായിട്ട്. അപ്പോൾ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങയില വെട്ടിക്കാട്ടോ. മുരിങ്ങ നിറച്ച് പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൂവിനെ നാശാക്കാണ്ട് നമുക്ക് പൊട്ടിക്കാം കേട്ടോ. കാറ്റുകാലമായതുകൊണ്ട് മുരിങ്ങയ്ക്ക് പൂവിടുന്ന സമയമാണ്. പക്ഷെ നല്ല കാറ്റായതുകൊണ്ട് ഇല മുഴുവൻ ഇലയല്ല, പൂവ് മൊത്തം കൊഴിഞ്ഞു പോകണമുണ്ട് അതിനനുസരിച്ചിട്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് മുരിങ്ങയില പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി പരിപ്പിൻ്റെ കൂടെ ഇടാനല്ലേ. അപ്പോൾ ഇത് നന്നാക്കാതിരിക്കാനായിട്ട് മുന്നേ നമുക്ക് പരിപ്പ് അടുപ്പത്തിടാം കേട്ടോ. എന്നാലേ അപ്പോൾ വേഗം പണി കഴിയുമല്ലോ. പോകാം. ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നമ്മൾ സാധാരണ സാമ്പാറൊക്കെ വെക്കുന്ന പരിപ്പില്ലേ അത്. എന്നിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് വിസിലടിപ്പിക്കുക. നല്ല പോലെ വെന്ത് ഉടയണം കേട്ടോ. നല്ല വെന്ത് ചാറിൻ്റെ കൂടെ കുറുകി വരണം. അത് വരെ ഒന്ന് വിസിലടിപ്പിക്കുക. അപ്പം നമുക്ക് പരിപ്പ് വിസിലടിക്കുമ്പോഴേക്കും മുരിങ്ങയില നന്നാക്കി എടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും മുരിങ്ങയിലൊക്കെ നന്നാക്കാതിരിക്കുമ്പോൾ ഇവിടെ ഞാൻ ഇരിക്കട്ടെ. അവിടെ നല്ല കാറ്റാണല്ലോ, നല്ല സുഖം ഉണ്ടാവും അവിടെ ഇരിക്കാൻ. അടുക്കളയിൽ ഇരിക്കുന്നതായിട്ട് സുഖം അവിടെ ഇരിക്കാനാണ്. അപ്പം ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നമുക്കിത് നന്നാക്കി എടുക്കാം. അപ്പം ഇതിന് മഞ്ഞളിയൊന്നും വേണ്ട കേട്ടോ, അധികം മൂത്തലയൊന്നും വേണ്ട. പൊട്ടിച്ചപ്പോൾ അതാ ഒരെണ്ണം മൂത്തത് കിട്ടിയിട്ടുണ്ട്. ഇത് വേണം നമുക്ക്. അപ്പം അങ്ങനെ നമുക്കിത് നന്നാക്കി എടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് വെക്കുന്ന രീതിയാണ് കേട്ടോ. മുരിങ്ങയിലയും വെച്ചിട്ട്, മുരിങ്ങയിലയും പരിപ്പും വെച്ചിട്ട്, എന്നാലും നല്ല ടേസ്റ്റുമാണ്. പിന്നെ മുരിങ്ങയില പച്ച നാളികേരം അരച്ചിട്ട് ജീരകമൊക്കെ ഇട്ടിട്ട് വേറൊരു സ്റ്റൈൽ വെക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതാ പരിപ്പ് നല്ലപോലെ വെന്തു കേട്ടോ. അങ്ങനെ വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഇല ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കണത് കുറച്ച് ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലിട്ടിട്ട് ചതച്ചെടുക്കാം. കുത്തി കാച്ചിയതല്ലേ, അപ്പൊ കുത്തി എടുക്കാം കേട്ടോ. അപ്പൊ ഇതാ പരിപ്പ് തിളച്ചു കേട്ടോ. പരിപ്പ് അപ്പം നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തിളച്ചു. അപ്പം നമുക്ക് നേരത്തെ നന്നാക്കി വെച്ച മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഇല ആയതുകൊണ്ട്, മുരിങ്ങയില ആയതുകൊണ്ട് പെട്ടെന്ന് വേവൂലോ. അപ്പൊ വെന്തു കൂട്ടാ. അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വറുത്തിടാനായിട്ടൊരു ചീഞ്ചട്ടി വെക്കാം കേട്ടോ. അപ്പൊ ദാ ഈ ചുവന്നുള്ളി നല്ല മൂത്തൂട്ടാം. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇതിന് പകരം നമുക്ക് മുഴുവൻ മുളക് ചതച്ചതായാലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ മുളക് പൊടിയാണ് ചേർത്തത്. അത് നന്നായി മൂപ്പിക്കണം കേട്ടോ. നല്ല കളറ് മാറണ വരെ മൂക്കണേ. ഈ മൂക്കണ ഇതിലാണ്, ഈ മുളക് പൊടി മൂക്കണ ഒരു ഇതിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. മുന്നേ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചമണാവും ഉണ്ടാവുക. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നല്ല മുളക് പൊടി മൂത്തൂട്ടാ, കളർ മാറി കണ്ടില്ലേ. അപ്പൊ നമുക്കിത് കറിയിലേക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ മുളക് മൂപ്പിച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇളക്കി കൊടുക്കുക. അപ്പൊ ദാ നല്ല ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടാ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി. സിമ്പിളാണ്. നല്ല ഇതിന്റെ ചാറ്, ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല കുറുകിയ ടൈപ്പ് വേണ്ട എത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ചാറിനാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഉച്ചക്കിലേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയായിട്ടാണ് ഞാൻ ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഉണക്കമീൻ വറുത്തത് അതും ഉണ്ട് ഇന്ന്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഞാൻ കഴിക്കട്ടെ. എല്ലാവരും മുരിങ്ങയില കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ.